ബിസിനസ് വയസ്സ് ചെയ്യുന്നത് പുതുപുത്തമ്പഴേക്ക് എല്ലാവരും സാധനം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കാർ ഡ്രൈവിംഗ് ഒരു ഗെയിം പരിചയപ്പെടുത്തിയിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ അതിൽ മസ്താങ്ങിന് പുതിയ അപ്ഡേറ്റ് വന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഗെയിമാണ്. അതായത് മസ്താങ് വന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഗെയിമായി മാറിയിട്ട്. അപ്പോൾ മുമ്പ് നല്ല ഗെയിമായിരുന്നു, പക്ഷേ മസ്താങ് ഇപ്പോൾ വന്നപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായ ഗെയിം. അതേപോലെ തന്നെ മസ്താങ്ങിൻ്റെ ലുക്കൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്തായാലും കാണാം. അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ തന്നെ ജസ്റ്റ് ഒരു വേറൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് അതിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ. അതായത് നമ്മുടെ കാറിൻ്റെ വീൽ അലോയി മാറ്റാൻ പറ്റും, പിന്നെ അതുപോലെ വീൽ സൈസ് മാറ്റാൻ പറ്റും, പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ഡ്രൈവ്, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ മസ്താങ്ങിന് വേറെ കുറച്ച് വണ്ടികളുടെ ഒരു ഡ്രൈവ് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൽ അൺലിമിറ്റഡ് മണി എങ്ങനെ കിട്ടാൻ, അതായത് ഇഷ്ടംപോലെ കാശ് കിട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ വാങ്ങാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് ഫസ്റ്റ് തന്നെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുമെന്ന് വെച്ചാൽ എല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ലൈക്ക് അതിന് നോട്ടിഫിക്കേഷൻ വിളിക്കുക. അതൊക്കെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഇഷ്ടംപോലെ ഇന്ത്യൻ വണ്ടികളാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഒരു അൺലിമിറ്റഡ് ട്രിക്ക് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതായത് ആ ഒരു കോഡ് അടിച്ച് നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ വാങ്ങാനുള്ള പൈസ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് താറിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ പോലെയാണ്. അപ്പോൾ മിക്ക വീഡിയോയിൽ ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടു താറാണ്, അതേപോലെ തന്നെ സ്കോർപ്പിയോ ഒക്കെയാണ് കുറേ പേരൊക്കെ മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ വീൽ സൈസും അതേപോലെ തന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമുക്ക് താറിൻ്റെ കളർ ഒന്ന് മാറ്റണം. അപ്പോൾ എനിക്ക് ബ്ലാക്ക് കളർ താറാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയതിന് ശേഷം പെയിൻറ്റ് ബക്കറ്റിൻ്റെ ലോഗോ കൊടുക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ നീക്കുന്നതനുസരിച്ച് കളർ മാറും. അപ്പോൾ അതായത് നമ്മുടെ താറ് ഫുള്ള് ബ്ലാക്ക് ആയിട്ട് ഇപ്പോൾ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒറിജിനാലിറ്റി ഒക്കെ ഉള്ള ലുക്കുള്ളത് താറാണ്. അതേപോലെ തന്നെ ഈ ഒരു ഗെയിമിൽ ഒരുവിധം വണ്ടികളൊക്കെ നല്ല ഒറിജിനാലിറ്റി തോന്നും. അപ്പോൾ ഇത് പല ആംഗിളിൽ നിന്നുള്ള വ്യൂകളാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഇഷ്ടംപോലെ ക്യാമറ ആംഗിളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ വണ്ടീനെ ഇറങ്ങിയതിന് ശേഷം മുകളിൽ സെറ്റിങ്സിൻ്റെ ചിഹ്നം അമർത്തുക. അതിന് ശേഷം വീൽ ചേഞ്ച് ഇങ്ങനെ അമർത്തുന്നതനുസരിച്ച് വീൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അപ്പോൾ വീല് മാറി എലോയ് മാറിയിട്ട്. അപ്പോൾ അത് അമർത്തുന്നതനുസരിച്ച് പല പല എലോയ്കൾ വരും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എലോയ് ജസ്റ്റ് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ ഒരു എലോയ് സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ വീൽ സൈസിൻ്റെ അവിടെ അമർത്തുമ്പോൾ വീലിൻ്റെ സൈസ് കൂടുന്നത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ മാല ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് അമർത്തി നമ്മുടെ വണ്ടിയുമേ ഇതേപോലത്തെ ഒരു മാലയും വരും, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫ്ലാഗും വരും. ഈ രണ്ട് രീതി ഇതൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത് പുതിയ അപ്ഡേറ്റ് വന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ അടിപൊളി ക്യാമറ ആംഗിളുകളാണ്. ഇതിലിങ്ങനെ ചില നേരത്തെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പല ആംഗിളിൽ നിന്നൊക്കെ ഉള്ള വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ട് നമുക്ക് ലുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഫ്ലാഗും അതേപോലെ തന്നെ ഈ ഒരു മാലയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ വേറൊരു എലോയ് ഇടാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കാറിൻ്റെ ബാക്കും ഫ്രണ്ടൊക്കെ പൊക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ബാക്ക് ഒന്ന് പൊക്കി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പൊങ്ങും. അപ്പോൾ നല്ല രീതിയിൽ ആക്സിലറേറ്റർ കൊടുത്ത് വന്നതിന് ശേഷം ബ്രേക്ക് പിടിച്ചാൽ ഇതേപോലെ പൊങ്ങും. അതേപോലെ തന്നെ നല്ല രീതിയിൽ ബ്രേക്ക് കൊടുത്ത് ബാക്ക് ചെയ്യുമ്പോൾ ആക്സിലറേറ്റർ അമർത്തിയാൽ നമുക്ക് ഫ്രണ്ടും പൊങ്ങും. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പൊങ്ങും ഈ ഒരു ഗെയിമിൽ. അപ്പോൾ അടിപൊളി ഒരു ഗെയിമാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ താറും ഈ മോഡിഫിക്കേഷൻ അപ്ഡേറ്റ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടിപൊളി ഗെയിമാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റായി. വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഇവിടെ. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.